മന്ത്രി വി ശിവൻകുട്ടിക്ക് മറുപടിയുമായി മാർ ജോസഫ് പാംപ്ലാനി. ദീപികയിൽ എഡിറ്റോറിയൽ എഴുതുന്നതും അരമനയിൽ പ്രാർത്ഥിക്കുന്നതും തെറ്റല്ല. ഒരു രാഷ്ട്രീയ പാർട്ടിയോടും പക്ഷപാതിത്വം കാണിച്ചിട്ടില്ല. ന്യൂനപക്ഷങ്ങൾ സുരക്ഷിതരല്ലെന്ന് വരുത്തി തീർക്കാൻ ചിലർ ശ്രമിക്കുന്നു. വിഷയത്തിൽ ഇപ്പോൾ പ്രതികരിക്കുന്നില്ലെന്നും പാംപ്ലാനി. ഈ രാജ്യത്ത് ന്യൂനപക്ഷങ്ങൾ സുരക്ഷിതരല്ല എന്ന ഒരു അവബോധം ശക്തിപ്പെടുത്തിയെടുക്കാൻ ആരൊക്കെയോ പരിശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് ദുഃഖകരമായ വസ്തുതയാണ്. ഞങ്ങൾ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയോട് പ്രത്യേകമായ മൃദു സമീപനം എടുത്തു എന്നുള്ളത് ഇതര രാഷ്ട്രീയ പാർട്ടികളുടെ കേവല ആരോപണം മാത്രമാണ്. അതിൽ അടിസ്ഥാനമുണ്ട് എന്ന് ഞങ്ങൾ വിചാരിക്കുന്നില്ല. ഒരു കക്ഷിയോടും വിധേയത്വമോ അന്ധമായ എതിർപ്പോ സഭയ്ക്കില്ല. വസ്തുതാപരമായ കാര്യങ്ങളെ മനസ്സിലാക്കാനാണ് ഞങ്ങൾ എപ്പോഴും ശ്രമിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി മിഥുൻ പിള്ള ചേരുന്നു. മിഥുൻ, വസ്തുതാപരമായ കാര്യങ്ങൾ മനസ്സിലാക്കാനാണ് ശ്രമിക്കുന്നത് എന്ന് പറയുന്നതിൽ തന്നെ കൃത്യമായി ക്രൈസ്തവ സഭാ നേതൃത്വത്തിന്റെ നിലപാട് വ്യക്തമാകുകയല്ലേ? തീർച്ചയായും രോഹിണി, ഈ ഛത്തീസ്ഗഡിൽ 2 കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ടാണ് മാർ ജോസഫ് പാംപ്ലാനി കൃത്യമായ മറുപടി നൽകിയിരിക്കുന്നത്. മാത്രമല്ല ഇത് കേന്ദ്ര സർക്കാരിനെതിരെ ഒരു ആയുധമാക്കി മാറ്റാനാണ് സംസ്ഥാന സർക്കാർ ഉൾപ്പെടെ ശ്രമിച്ചത്. അതിൻ്റെ ഭാഗമായി ദീപികയിൽ എഡിറ്റോറിയൽ എഴുതിയിട്ട് അരമനയിൽ കയറി ഒതുങ്ങിയിരുന്ന് പ്രാർത്ഥിച്ചാൽ പരിഹാരമാകുമെന്ന് പരിഹാസ രൂപേണ മന്ത്രി വി ശിവൻകുട്ടി ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ചോദിച്ചിരുന്നു. ബിഷപ്പുമാരെയും പുരോഹിതരെയും വിമർശിച്ചുകൊണ്ടായിരുന്നു വി ശിവൻകുട്ടിയുടെ ഈ ഒരു പ്രസ്താവന. ഇതിന് കൃത്യമായ മറുപടിയാണ് തലശ്ശേരി അതിരൂപതയുടെ ആർച്ച് ബിഷപ്പായ മാർ ജോസഫ് പാംപ്ലാനി നൽകിയത്. ദീപികയിൽ എഡിറ്റോറിയൽ എഴുതുന്നതും അരമനയിൽ പ്രാർത്ഥിക്കുന്നതും തെറ്റല്ല, അത് തങ്ങളുടെ കർത്തവ്യത്തിൻ്റെ ഭാഗമാണ്. മാത്രമല്ല ആരോടും ഒരു രാഷ്ട്രീയ പാർട്ടിയോടും പക്ഷപാതിത്വം കാണിച്ചിട്ടില്ല എന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറയുകയുണ്ടായി. മാത്രമല്ല ശിവൻകുട്ടിയുടെ പാർട്ടിയോടും ഈ ഒരു പക്ഷപാതിത്വം കാണിച്ചിട്ടില്ല എന്ന് അദ്ദേഹം ആവർത്തിക്കുകയും ചെയ്യുന്നു. ഇതുകൂടാതെ രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾ സുരക്ഷിതരല്ലെന്ന് വരുത്തി തീർക്കാൻ ആരൊക്കെയോ ശ്രമിക്കുന്നുണ്ട് എന്നും അദ്ദേഹം വിമർശിക്കുന്നുണ്ട്. മാത്രമല്ല ആരാണ് ഈ കന്യാസ്ത്രീകളെ ആക്രമിച്ചു എന്ന് സംബന്ധിച്ച് അന്വേഷണം നടക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒന്നും പറയാനില്ല. ആക്രമണം നടത്തിയവർ ഭരണകൂടത്തിന്റെ ഭാഗമാണോ അല്ലയോ എന്ന് ഇപ്പോൾ പറയുക സാധ്യമല്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഏതെങ്കിലും സംഘടനയുടെ പേര് അത് അന്വേഷണത്തിൽ പുറത്തു വരാതെ എങ്ങനെയാണ് പറയാൻ സാധിക്കുക എന്നൊരു ചോദ്യം കൂടി അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട്. മാത്രമല്ല കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിമാർ ഈ വിഷയത്തിൽ കൃത്യമായി ഇടപെടലുകൾ നടത്തുന്നുണ്ട് എന്നും മാർ ജോസഫ് പാംപ്ലാനി വ്യക്തമാക്കിയിട്ടുണ്ട്. രോഹിണി.